പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം എന്നാണ് ചോദ്യം. ഒന്നാം ചോദ്യം, 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ നമുക്കറിയാം 1, അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 5 ആണ്, അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 9 ആണ്. അതായത് 0, 4, 8 എന്നുള്ളതാണ് 4ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ 1 മിച്ചം വരെ അറിയുമ്പോൾ 1, 5, 9 അങ്ങനെ വരും. ഇപ്പം ഇതിൽ ഇവിടെ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 4 ആണ്. 1, 4, 5, 5, 4, 9. അടുത്ത സംഖ്യ തീർച്ചയായിട്ടും 13 ആണ്. 9, 4 കൂട്ടിയ 13 ആണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൊതുവ്യത്യാസം എത്ര എഴുതാം? 4 എന്ന് എഴുതാം. അടുത്ത ശ്രേണി നോക്കാം. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ കണ്ടുമ്പോൾ 1, 5, 9, 13 ആണ്. 2 മിച്ചം വരുന്ന സംഖ്യയാണ് അടുത്ത് 2 മിച്ചം വരണമെങ്കിൽ എന്ത് വരും? 2 വരും. അത് കഴിഞ്ഞാൽ പിന്നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്നത് 6 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 4 കൊണ്ട് ഹരിച്ച ശിഷ്ടം 2 വരുന്നത് 10 ആണ്. അത് കഴിഞ്ഞാൽ 14 ആണ്. ഈ ശ്രേണി നോക്കുമ്പോൾ 1 കഴിഞ്ഞാൽ 2, ഇവിടെ അകലം 1 ആണ്. 2 കഴിഞ്ഞാൽ 5, ഇവിടെ അകലം 3 ആണ്. 5 കഴിഞ്ഞാൽ 6, ഇവിടെ അകലം 1 ആണ്. അപ്പോൾ ഇതെന്തല്ല, 1ഉം 3ഉം 1ഉം പിന്നെയും 3ഉം ആണ് അകലമായിട്ട് വരുന്നത്. അതായത് പൊതുവായിട്ടുള്ള അകലമല്ല, 1ഉം 3ഉം ആവർത്തിച്ച് വരികയാണ്. അപ്പോൾ ഇതെന്തല്ല, ഇത് ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ? 1ന്റെ വർഗ്ഗം 1, 2ന്റെ വർഗ്ഗം 4, 3ന്റെ വർഗ്ഗം 9, 4ന്റെ വർഗ്ഗം 16, 5ന്റെ വർഗ്ഗം 25. ഇവിടെ അകലം എത്രയാണ്? 3 ആണ്. ഇവിടെ അകലം എത്രയാണ്? 5 ആണ്. 9, 7, 16, 16, 9, 25. അതായത് ഇതെന്തല്ല, ഒരേ അകലത്തിലല്ല സംഖ്യകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതും എന്തല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. അടുത്ത് നോക്കാം, എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ വരിക? 1ന്റെ വിപരീത ഭിന്നം 1/1, 2ന്റെ വിപരീത ഭിന്നം 1/2, 3ന്റെ വിപരീത ഭിന്നം 1/3, 4ന്റെ വിപരീത ഭിന്നം 1/4. അപ്പോൾ 1ൽ നിന്ന് അരയായി. ഇത് 1 ആണ്. 1ൽ നിന്ന് അരയാകുമ്പോൾ അകലം എത്രയാണ്? അര കുറഞ്ഞു. 1ൽ നിന്ന് അരയിലേക്ക് അര കുറഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് അരയിൽ നിന്ന് അര കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? സമാന്തര ശ്രേണി ആവണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 0 വരണം. 1ൽ നിന്ന് അര കുറഞ്ഞു അരയായി. അരയിൽ നിന്ന് അര കുറഞ്ഞാൽ 0 വരണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 1/3 ആണ്. അതുകൊണ്ട് ഇതും എന്തല്ല, ഒരു സമാന്തര ശ്രേണി അല്ല. അടുത്ത് നോക്കാം, 2ന്റെ കൃതികൾ. 2ന്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 2 കൃതി 1, അതായത് 2. പിന്നെ 2 കൃതി 2, 2 കൃതി 3, 2 കൃതി 4. അപ്പോൾ 2ന്റെ കൃതി 2 വരുമ്പോൾ എത്ര വരും? 4. 2 കൃതി 3 6 ഈ 2, 4, 2, 8 ആണ്. 2 കൃതി 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 8, 16 വരും. ഇതും അകലം ഇവിടെ 2 ആണ് അകലം. ഇവിടെ 4 ആണ് അകലം. ഇവിടെ 8 ആണ് അകലം. അപ്പോൾ ഇതും എന്തല്ല, സമാന്തര ശ്രേണിയല്ല. ഇതും സമാന്തര ശ്രേണിയല്ല. അടുത്ത് നോക്കാം, ഒറ്റ സംഖ്യകളുടെ പകുതി. ഒറ്റ സംഖ്യകളുടെ പകുതി അറിയുമ്പോൾ ഒറ്റ സംഖ്യ 1, 1ന്റെ പകുതി 1/2. അടുത്ത ഒറ്റ സംഖ്യ 3, 3/2. അടുത്ത സംഖ്യ 5/2. അടുത്ത സംഖ്യ 7/2. അപ്പോൾ നോക്കൂ, അര 1.5. ഇത് അരയായി മാറി. എത്രയായി മാറി? 1.5 മാറി. ഇതെത്രയായി? 2.5. 7/2 വരുമ്പോൾ എത്ര വരും? 3.5 വരും. അരയിൽ നിന്ന് 1.5ലേക്ക് 1 ആണ് അകലം. 1.5യിൽ നിന്ന് 2.5ലേക്ക് 1 അകലം. 2.5യിൽ നിന്ന് 3.5ലേക്ക് 1 അകലം. അപ്പോൾ ഇതെന്താണ്? ഈ ഒറ്റ സംഖ്യകളുടെ പകുതി എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? പൊതുവ്യത്യാസം 1 ആണ്. ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കൂ. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ എന്താണ്? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് വരും? ഒരു ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഇവിടെ നോക്കൂ, 1, 2. ഇവിടെ 2 ചെറിയ സമചതുരമാണ്. 1, 2, 3, 4, 4 എണ്ണം. 2, 2, 4, 2, 6 എണ്ണം.
2 2 4 2 6 2 8 അടുത്ത ചോദ്യം നോക്കാം. എത്ര വലിയ സമയതരങ്ങളുണ്ടെന്നാണ്. വലിയ സമയതരം എന്ന് പറയുമ്പോൾ ഇതിൽ കാണുന്നത് ഇതാണ് വലിയ സമയതരം. ഈ കാണുന്ന വലിയ സമയതരം അത് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ 0. എത്ര വലിയ സമയതരങ്ങൾ? 0. ഇവിടെ വലിയ സമയതരത്തിനുണ്ട് 1. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വലിയ സമയതരം ഇങ്ങനെ ഉണ്ട്, പിന്നെ ഒന്ന് ഇങ്ങനെയുണ്ട്. അപ്പോൾ 2 ഉണ്ട്. ഇവിടെ നോക്കാം, നമുക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കുന്ന 1, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കുന്ന 1, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കുന്ന 1, അതായത് 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായി. അടുത്ത ചോദ്യം എന്താ? ആകെ എത്ര സമയതരങ്ങളുണ്ട്? ആകെ സമയതരം എന്ന് പറയുമ്പോൾ രണ്ടും കൂട്ടിയാണ് ആകെ സമയതരം. അപ്പോൾ 2. ഇവിടെ 4 1 5. ഇവിടെ എത്ര ഉണ്ട്? 6 2 8. ഇവിടെ എത്ര ഉണ്ട്? 8 3 11. അടുത്ത ചോദ്യം, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയാണോ നോക്കാം. 2 4 6 8. അടുത്ത് 10 സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയാണ്? 2. 0 1 2 3 അങ്ങനെയാണ് പോകുന്നത്. അടുത്ത് 4 8. ഇത് സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 1. ഇവിടെ 2 3 5 5 3 8 8 3 11. ഇതും എന്താണ്? സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയാണ്? 3. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണ് തെളിയിക്കുക. അതിനൊരു ഹിന്റ് എന്നുണ്ട്. ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ചു നോക്കൂ. നമ്മൾ തെളിയിക്കേണ്ടത് ഈ ഉയരങ്ങൾ എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ കൂടുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. അതായത് ഇവിടുന്ന് ഉള്ള അകലം നമുക്കൊരു ഹിന്റ് എന്നുണ്ട്. അതായത് ഇത് നമുക്ക് ഈ അകലം ഇവിടുന്ന് എത്രയാണോ കൂടിയത് അത് തന്നെയാണ് അടുത്തേലും കൂടുന്നത്, അത് തന്നെയാണ് ഇവിടെ അടുത്തേലും കൂടുന്നത്, അത് തന്നെയാണ് ഇവിടെ അടുത്തേലും കൂടുന്നത് തെളിയിക്കണം. അതായത് സത്യം പറഞ്ഞാൽ ഈ കൂടുന്നത് അകലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നീലവരയാണ് കൂടുന്നത്, ഈ നീലവര. അപ്പോൾ ഈ നീലവര എന്തായിരിക്കണം? തുല്യമാണ് തെളിയിച്ചാൽ ഇത് സമാന്തര ശ്രേണിയാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുകയാണ്. ഈ 2 ത്രികോണങ്ങൾ പരിഗണിച്ചിട്ട് നമ്മൾ ഈ നീളങ്ങൾ തുല്യമാണ് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ഈ 2 ത്രികോണം പരിഗണിക്കുമ്പോൾ ഈ വശവും നമുക്കറിയാം, ഈ വശവും തുല്യമാണ്. ഈ 2 ചെറിയ ത്രികോണം പരിഗണിക്കുമ്പോൾ ഈ 2 വശങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ ഈ കോണും തുല്യമാണ്. കാരണം ഈ 2 വശവും സമാന്തരങ്ങളായിട്ടാണ് വരച്ചിരുന്നത്. അതുകൊണ്ട് അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ 2 കോണും തുല്യമായിരിക്കും. ഈ 2 കോണും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ 2 ത്രികോണങ്ങളും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച തുല്യ ത്രികോണങ്ങൾ വെച്ചുകൊണ്ട് ഒരു വശവും 2 കോണും തുല്യമായി കഴിഞ്ഞാൽ, ഒരു വശവും 2 കോണും, അതായത് ഇപ്പോൾ ഇവിടെ ഒരു വശവും തുല്യമായി, ഈ കോണും തുല്യമായി, ഈ കോണും തുല്യമായി. അപ്പോൾ ഈ 2 ത്രികോണങ്ങളും എന്തായിട്ട് മാറും? തുല്യ ത്രികോണങ്ങളായിട്ട് മാറും. ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാകുമ്പോൾ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശം തുല്യമായിരിക്കണം. ഈ 2 കോണുകളും തുല്യ കോണുകളായതുകൊണ്ട് ഇത് 2 തുല്യ ത്രികോണങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം? ഇതിൽ കാണുന്ന ഈ വശങ്ങളൊക്കെ ഒരേ നീളമുള്ളവയാണ് എന്ന് പറയാം. അതുകൊണ്ട് ഇതൊക്കെ ഒരേ നീളമുള്ളവയാണ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സമാന്തര ശ്രേണിയാണെന്ന് പറയാൻ പറ്റും.